ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മെയ് 7-ാം തീയതി ദൈവദൂതൻ മറിയത്തെ അറിയിച്ച മംഗലവാർത്ത. ഈ പരമരഹസ്യത്തിൽ ഒന്നാമത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും, രണ്ടാമത് പുത്രനായ ദൈവത്തിൻ്റെ എളിമയും, മൂന്നാമത് ദൈവമാതാവ് പ്രാപിച്ച മഹിമയും വെളിപ്പെടുന്നു. ആദ്യം, പിതാവായ സർവേശ്വരൻ തനിക്ക് തുല്യനായ തൻ്റെ ഏകകുമാരൻ ലോകരക്ഷയ്ക്കായി മനുഷ്യാവതാരം ചെയ്യുവാൻ തിരുമനസ്സായ സമയം അടുത്തപ്പോൾ കന്യക മറിയത്തിൻ പക്കൽ ഒരു പ്രധാന ദൈവദൂതനെ അയച്ച് തൻ്റെ ആഗ്രഹം കന്യകയ്ക്ക് വെളിപ്പെടുത്തി. ആ കന്യകയാവട്ടെ ദൈവദൂതൻ തന്നോട് പറഞ്ഞ മംഗളവചനങ്ങളെ കേട്ട് ഏറ്റവും എളിമയോടുകൂടെ ദൈവേഷ്ടത്തിന് കീഴ്വഴങ്ങി സുതനായ സർവേശ്വരനെ തൻ്റെ ഗർഭപാത്രത്തിൽ പുത്രനായിട്ട് ധരിച്ചു. ഈ പരമ രഹസ്യത്തിൽ സർവേശ്വരൻ്റെ അളവില്ലാത്ത സ്നേഹവും അഗാധമായ ദയയും അന്തമില്ലാത്ത ജ്ഞാനവും പ്രകാശിക്കുന്നു. ലോകപാപത്തെ നീക്കുവാൻ തൻ്റെ ഏകപുത്രൻ തന്നെ മനുഷ്യാവതാരം ചെയ്ത് ബലികഴിക്കപ്പെടണമെന്ന് പരമപിതാവായ ദൈവം തിരുമനസ്സായതുകൊണ്ട് പാപം മറ്റു സകല തിന്മകളെയുംക്കാൾ വലുതാണെന്ന് ധരിക്കണം. നമ്മുടെ രക്ഷിതാവിൻ്റെ മാതാവായി സർവേശ്വരൻ കന്യകാമറിയത്തെ തിരഞ്ഞെടുത്തതിനാൽ തൻ്റെ ദയാധിക്യത്തെ കൊണ്ടാടുകയും ദൈവമാതാവിനോട് മംഗലവാർത്ത ചൊല്ലിയ ദൈവദൂതനോടുകൂടെ ആ അമ്മയെ വണങ്ങുകയും വേണം. രണ്ടാമത്, ദൈവമാതാവിൻ്റെ തിരുവുദരത്തിൽ മനുഷ്യാവതാരം ചെയ്ത പുത്രനായ ദൈവം തന്നെ അവർണ്ണനീയമായ വിധത്തിൽ താഴ്ത്തി. എങ്ങനെയെന്നാൽ, പീഡകൾക്കും മരണത്തിനും അതീതനായും സർവത്തിനും വല്ലഭനുമായിരിക്കുന്ന ദൈവം ഗർഭപാത്രത്തിൽ ഉത്ഭവിച്ച സമയത്തിൽ പീഡ, മരണം മുതലായ കഷ്ടതകൾക്ക് അധീനനായി പാപം മൂലം തൻ്റെ പിതാവിന് നേരിട്ട അപമാനങ്ങളെ പരിഹരിപ്പാൻ വേണ്ടി സകല സങ്കടങ്ങളും അപമാനങ്ങളും സഹിപ്പാൻ സുതനായ സർവേശ്വരൻ തന്നെ പാപികളായ മനുഷ്യർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എളിമയെന്ന പുണ്യം എല്ലാവരെയും പഠിപ്പിക്കുവാൻ വേണ്ടി അളവില്ലാത്ത വിധത്തിൽ സർവേശ്വരൻ തന്നെ താഴ്ത്തിയിരിക്കെ കൃമിയായ മനുഷ്യൻ അഹങ്കരിക്കുന്നത് എത്രയോ അന്യായവും അക്രമവും ആയിരിക്കും. നിഗളത്തിൽ നിന്നും ഉത്ഭൂതമായ പാപത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് ശക്തിയേറിയ ആയുധം എളിമയായിരിക്കൊണ്ടും ഈ ആയുധം ധരിക്കാതെ മോക്ഷപ്രാപ്തരാകുന്ന കാര്യം അസാധ്യമാകൊണ്ടും അത് ലഭിക്കുന്നതിനായി ദൈവമാതാവിനോടും തൻ്റെ തിരുക്കുമാരനോടും നാം ഓരോരുത്തരും പ്രത്യേകം പ്രാർത്ഥിക്കണം. മൂന്നാമത്, മനുഷ്യാവതാര രഹസ്യത്തിൽ കന്യകാമറിയം പ്രാപിച്ച ഉന്നതമായ മഹിമയെപ്പറ്റി ധ്യാനിക്കുക. പുത്രനായ ദൈവം ഈ കന്യകയുടെ ഉദരത്തിൽ മനുഷ്യാവതാരം ചെയ്ത നേരത്തിൽ ആ ഭാഗ്യവതി ഒരിക്കലും തൻ്റെ കന്യാത്വത്തിന് അന്തരം വരാതെ സർവേശ്വരൻ്റെ സാക്ഷാൽ മാതാവായി. മാത്രമല്ല, മനുഷ്യർ ദൈവദൂതന്മാർ ആദിയായ സകല സൃഷ്ടികൾക്കും ഉന്നത നായികയുമാവുകയും ചെയ്തു. ദൈവം അനന്തവല്ലഭനായിരുന്നാലും മാതാവിന് പ്രദാനം ചെയ്തതിനേക്കാൾ ഉത്കൃഷ്ടമായ മഹിമ നൽകുന്നതിന് തനിക്കില്ല. വേദപാരംഗതന്മാർ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിന് ഈ ലോകത്തേക്കാൾ എത്രയും വിശേഷമായ മറ്റൊരു ലോകത്തെ സൃഷ്ടിക്കാൻ കഴിയും. എന്നാൽ ദൈവമാതാവിനേക്കാൾ ഉത്തമയായ മാതാവിനെ സൃഷ്ടിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇത്ര ഉന്നത മഹിമയെ പ്രാപിച്ച കന്യകാമറിയത്തിൻ്റെ തൃപ്പാദത്തിങ്കൽ സാഷ്ടാംഗം വീണ് സന്തോഷത്തോടുകൂടെ ആ മാതാവിൻ്റെ സങ്കേതം പ്രാപിക്കേണ്ടതാകുന്നു. ദൃഷ്ടാന്തം. ക്രിസ്താബ്ദം 1300 എല്ലാ വക നന്മയ്ക്കും ശത്രുവായ പിശാചിൻ്റെ പ്രേരണയാൽ സത്യവേദം നാമാവശേഷമാകുമോ എന്ന് തോന്നുമാറ് അൽപിജെൻസുസ് എന്ന പതിതമതം ഫ്രാൻസ് രാജ്യത്തിൽ ഒരു സംഹാരജലം പോലെ വ്യാപിച്ചു. ഈ ദുഷ്ടപതിതർ തിരുസഭയോടുള്ള ശത്രുത മൂലം വേദമുറകളൊക്കെയും നിർമൂലമാക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ദൈവാലയങ്ങളെ നശിപ്പിക്കണമെന്നും വൈദികരെ കൊല്ലണമെന്നും തീർച്ചപ്പെടുത്തി. എന്നാൽ മിശിഹായാൽ സ്ഥാപിതമായ തിരുസഭയെ കാത്തുപാലിക്കുന്നത് മിശിഹ തന്നെ ആകയാൽ ഈ ദുർമാർഗത്തെ നീക്കി ജനങ്ങളുടെ ദുർഗുണങ്ങളെ പരിഹരിക്കുവാനായി തൻ്റെ സ്ലീഹന്മാർക്ക് സമനായ ദൊമിനിങ്കോസ് പുണ്യവാനെ താൻ ആ ദിക്കിലേക്ക് അയച്ചു.
അദ്ദേഹം അധിക കായക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് ആ ദുർമാർഗം പരന്ന നാടുകളെല്ലാം ചുറ്റി സഞ്ചരിച്ച് ധൈര്യത്തോടും ജാഗ്രതയോടും കൂടി ദൈവവാക്യങ്ങളെ പ്രസിദ്ധമായിട്ട് അറിയിച്ചും അദ്ദേഹത്തിൻ്റെ സുഹൃത വ്യാപാരങ്ങളാലും എണ്ണമില്ലാത്ത അത്ഭുതങ്ങളാലും ഈ സത്യങ്ങളെയൊക്കെയും സ്ഥിരപ്പെടുത്തിയും കൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ അഗ്നി പോലെ ഉജ്ജ്വലിച്ചിരുന്നു. പരിശുദ്ധ കന്യകയുടെ മേൽ വളരെ ഭക്തിയും ശരണവും ഉള്ളവനായിരുന്നതുകൊണ്ട് ആ നാഥയുടെ സഹായത്താൽ അനേക പാപികളെയും പതിതരെയും മനസ്സ് തിരിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു. ഓരോ പ്രസംഗത്തിന് മുമ്പായി ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത്, പരിശുദ്ധ കന്യകയെ, ഞാൻ അങ്ങയെ സ്നേഹിച്ചു കൊണ്ടാടുവാനും അങ്ങേ ശത്രുക്കളോടൊത്ത് എതിർത്ത് ജയിപ്പാനും എന്നെ സഹായിക്കണമേ എന്നപേക്ഷിച്ചു വരിക പതിവായിരുന്നു. ഇങ്ങനെ പ്രയത്നിച്ച് ചില ദുർമാർഗികളെയും പതിതരെയും മാനസാന്തരപ്പെടുത്തി. എങ്കിലും സത്യവേദം മുമ്പിലത്തെ പോലെ തന്നെ ശോഭിച്ചിരുന്നില്ല. അത് കാരണത്താൽ വളരെ സങ്കടപ്പെട്ട് കൂടെ തൻ്റെ പരമനായികയിൻ പക്കൽ എളിമയോടെ പ്രാർത്ഥിച്ചു കൊണ്ടുവന്നു. ഇങ്ങനെയിരിക്കെ ഒരു ദിവസം ആ കനിവുള്ള കന്യക അദ്ദേഹത്തിന് പ്രത്യക്ഷയായി. നീ നമ്മെക്കുറിച്ച് പതിവായി ചെയ്തു വരുന്ന 153 മണി ജപം എങ്ങും പ്രചരിക്കത്തക്കവണ്ണം പ്രസിദ്ധീകരിക്കണം. അപ്പോൾ മൂർഖന്മാരായ ജനങ്ങളെ മനസ്സ് തിരിക്കുന്നതിനുള്ള ദൈവാനുഗ്രഹം നിനക്ക് ലഭിക്കും എന്ന് സദയം അരുളി ചെയ്തു. വിശുദ്ധ ഡൊമിനിങ്കോസ് ദൃഢവിശ്വാസത്തോടുകൂടെ 153 മണി ജപം ജനങ്ങൾക്ക് പ്രസിദ്ധം ചെയ്യുവാനും ആ ജപം ഭക്തി പുരസ്സരം ചൊല്ലുകയും അതിലെ ദൈവരഹസ്യങ്ങളെപ്പറ്റി ധ്യാനിക്കുകയും ചെയ്യേണ്ട വിധത്തെ വേണ്ടുവണ്ണം അറിയിപ്പാനും തുടങ്ങി. അപ്പോൾ സർവേശ്വരൻ തൻ്റെ കൃപാകടാക്ഷത്താലും പരിശുദ്ധ മാതാവിൻ്റെ അനുഗ്രഹത്താലും ദൈവവരപ്രസാദങ്ങൾ ഈ ജനങ്ങളുടെ മേൽ ധാരാളമായി വർഷിച്ചു. അത് നിമിത്തം 100,000-ലധികം ഇടത്തൂട്ടുകാർ തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ട് തിരുസഭയിൽ ചേരുകയും എണ്ണമില്ലാത്ത മൂർഖപാപികൾ അക്രമങ്ങൾ ഉപേക്ഷിച്ച് നല്ലവരാകുകയും ചെയ്തു. അധിക കാലവിളംബം കൂടാതെ ആ പ്രശസ്ത ജപം തിരുസഭയിൽ എല്ലായിടങ്ങളിലും പരക്കുവാനും തന്മൂലം എങ്ങും അധിക നന്മകൾ സിദ്ധിപ്പാനും ഇടയായി. ദൈവമാതാവിൻ്റെ മേൽ ഭക്തിയുള്ള ക്രിസ്ത്യാനികളെ, നിങ്ങളും ദൈവവരപ്രസാദം സമ്പൂർണമായിട്ട് പ്രാപിക്കാൻ തക്കവണ്ണം ഈ പ്രശംസാർഹമായ ജപം ദിവസേന മുടക്കം കൂടാതെ ചൊല്ലേണ്ടതാണ്. ജപം. എത്രയും ഉന്നത സ്ഥാനത്തിന് സർവേശ്വരനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉപമയില്ലാത്ത പരിശുദ്ധ കന്യകയെ, പരലോകത്തിലും ഭൂലോകത്തിലും സകല പുണ്യങ്ങളാലും ഏറ്റവും അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന രാജ്ഞി, എന്നിലുള്ള അഹങ്കാരത്തോടുകൂടെ നിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ എത്രയും ലജ്ജിച്ചും നിന്നോട് എൻ്റെ സങ്കടങ്ങളെ ഉണർത്തിപ്പാൻ ഭയപ്പെട്ട് ഞടുങ്ങിയും ഇതാ ഞാൻ നിൽക്കുന്നു. ഇപ്രകാരം ഒരു മഹാപാപിയായിരിക്കുന്നു എങ്കിലും ദൈവദൂതനോടുകൂടെ മംഗളവാർത്ത ചൊല്ലി നിന്നെ സ്തുതിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ വരപ്രസാദത്താൽ സമ്പൂർണയായ കന്യകയെ, നിനക്ക് സ്തുതി. നീ പൂർണ്ണമാവണ്ണം പ്രാപിച്ച ദൈവവരപ്രസാദത്തിൽ നിന്ന് അല്പമെങ്കിലും എനിക്ക് തരണമേ. സർവേശ്വരൻ നിന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. അവിടുന്ന് എന്നിലും ഇരിപ്പാനും ഞാൻ ദൈവത്തെ മോക്ഷത്തിൽ നിത്യമായി കണ്ട് സ്തുതിച്ചു വാഴുവാനും മനോഗണം ചെയ്യണമേ. ശുദ്ധ ബർണർദോസ് ദൈവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം. എത്രയും ദയുള്ള മാതാവേ, നിൻ്റെ സങ്കേതത്തിൽ ഓടിവന്ന് നിൻ്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിൻ്റെ അപേക്ഷയുടെ സഹായത്തെ ഇരന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചു കൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിൻ്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിൻ്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിൻ്റെ തിരുമുമ്പിൽ നിൽക്കുന്നു. ആദർശവചനത്തിൽ മാതാവേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. ഈശോ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിൻ്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. 3 പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലിയിട്ട് 3 സ്വർഗസ്ഥനായ പിതാവും 3 നന്മ നിറഞ്ഞ മറിവി 3 തൃത്വസ്തുതിയും ചൊല്ലി കാഴ്ചവെക്കണം. പിന്നീട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ലുത്തീനിയ പൂർണ്ണമായും ചൊല്ലണം.
രാജകന്യകെ എന്ന ജപം ചൊല്ലാം. രാജകന്യകെ, മനോഗുണത്തിൻ്റെ അമ്മേ, നിനക്ക് സുസ്തി. ഞങ്ങളുടെ ആയുസ്സും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയുമേ, നിനക്ക് സുസ്തി. അലസിഭാഗപ്പെട്ട് നടക്കുന്ന ഹാവായുടെ മക്കളായി ഞങ്ങൾ നിന്നെ വിളിക്കുന്നു, കരയുന്നു. ഈ സ്ഥലത്തിൽ നിന്ന് ഉഴന്നു കരഞ്ഞുകൊണ്ട് നിൻ്റെ പക്കൽ നെടുവീർപ്പിടുന്നു. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്ന അമ്മേ, മനോഗുണമുള്ള നിൻ്റെ ശുദ്ധ കണ്ണുകൾ കൊണ്ട് ഞങ്ങളെ വിരവിൽ തിരിഞ്ഞു നോക്കണമേ. വിശേഷിച്ച് ഈ അലസിഭാഗം കടന്നതിൻ്റെ ശേഷം ശുദ്ധമായ നിൻ്റെ വയറ്റിൻ്റെ വാഴ്ത്തപ്പെട്ട ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാട്ടണമേ. അയ്യോ, കനിവും മനോഗുണവും മാധുര്യവും ശരണവും ആശ്രയവുമാകുന്ന നീ എപ്പോഴും കന്യാസ്ത്രീ മറിയമേ, ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. ഓരോ അപേക്ഷ കഴിയുമ്പോഴും ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലണം. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, നിൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. 7-ാം തീയതിയിലെ സുഹൃത ജപം. ഞങ്ങളുടെ ജീവനെ, ഞങ്ങളുടെ ആശയെ, ഞങ്ങളുടെ മാധുര്യമേ, നിനക്ക് സ്വസ്തി. ഇന്നത്തെ സൽക്രിയ. പാപസങ്കീർത്തനം ചെയ്തിട്ട് എത്ര നാളായി എന്ന് പരിശോധിക്കുകയും അധികം നാളായെങ്കിൽ ഉടനെ പാപസങ്കീർത്തനം ചെയ്യുകയും വേണം. നല്ല മാതാവേ മാരിയേ, നിർമ്മല യോസേപ്പിതാവേ, നിങ്ങളുടെ പാദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുന്നേ.